ഭാഗം 1 പുസ്തകം 2 അധ്യായം 7 വിശുദ്ധ യൗസേപ്പുമായുള്ള മറിയത്തിന്റെ വിവാഹ വാഗ്ദാനം. 13.5 വയസ്സായപ്പോൾ അവളുടെ പ്രായത്തിനനുസരിച്ചുള്ള വളർച്ച അവൾ നേടി. ഈ കാലയളവിൽ അവൾക്ക് വേറിട്ടൊരു ദൈവദർശനമുണ്ടായി. അബ്രാഹത്തോട് തന്റെ ഓമനപുത്രനായ ഇസഹാക്കിനെ ബലി കഴിക്കണമെന്ന് ദൈവം കൽപ്പിച്ചതിന് സമാനമായ അനുഭവമാണ് മറിയത്തിന് ഈ ദർശനത്തിലൂടെ ഉണ്ടായത്. ദൈവം അബ്രാഹത്തെ പരീക്ഷിച്ചു എന്ന് തിരുവചനം പറയുന്നു. ഉൽപ്പത്തി 22:12. പരിശുദ്ധ കന്യകയെയും ഈ ദർശനത്തിലൂടെ ദൈവം പരീക്ഷിച്ചു. വിവാഹ അന്തസ്സിൽ പ്രവേശിക്കാൻ ദൈവം അവളോട് കൽപ്പിച്ചു. അപ്പോൾ നമുക്കും റോമ 13:33 പറഞ്ഞിരിക്കുന്ന വാക്യത്തിന്റെ സത്യാവസ്ഥ ബോധ്യപ്പെടും. ദൈവത്തിന്റെ സമ്പത്തിന്റെയും ജ്ഞാനത്തിന്റെയും അറിവിന്റെയും ആഴം! അവിടുത്തെ വിധികൾ എത്ര ദുർജ്ഞേയം! അവിടുത്തെ മാർഗങ്ങൾ എത്ര ദുർഗ്രഹം! ഏറ്റവും പരിശുദ്ധയായ മേരിയുടെ ചിന്തകളും അത്യുന്നതൻ ഇപ്പോൾ വെളിപ്പെടുത്തിയതും തമ്മിൽ സ്വർഗം ഭൂമിയിൽ നിന്ന് എത്രമാത്രം അകലത്തിലായിരിക്കുന്നുവോ അത്രമാത്രം അകലത്തിലായിരുന്നു. അവളുടെ സംരക്ഷണത്തിനും സഹവർത്തിത്വത്തിനും വേണ്ടി ഒരു ഭർത്താവിനെ സ്വീകരിക്കണമെന്ന് ദൈവം അവളോട് കൽപ്പിച്ചു. ജീവിതം മുഴുവൻ കന്യകയായി ജീവിക്കാനായിരുന്നു അവളുടെ ആഗ്രഹം. പ്രായപൂർത്തിയാകും മുൻപേ അവൾ സ്വീകരിച്ചിരുന്ന ബ്രഹ്മചര്യവ്രതം അവൾ കൂടെ കൂടെ നവീകരിച്ചിരുന്നു. അപ്രതീക്ഷിതമായ ഈ കൽപ്പനയ്ക്ക് മുൻപിൽ അവൾ നീതീകരണം ഒന്നും വച്ചില്ല. അവൾ വിശ്വാസം കാത്തു സൂക്ഷിച്ചു. അവൾ കർത്താവിന് ഇപ്രകാരം മറുപടി നൽകി: നിത്യനായവനും അഗ്രാഹ്യനുമായ രാജാവേ, ആകാശവും ഭൂമിയും അതിലുള്ള സർവ്വവും സൃഷ്ടിച്ച കർത്താവേ, അവിടുന്ന് കാറ്റിന് ശക്തി കൊടുക്കുകയും വെള്ളത്തിന്റെ അളവ് നിശ്ചയിക്കുകയും ചെയ്യുന്നു. ജോബ് 28:25. അവിടുത്തെ ഹിതത്തിന് സകലതും വിധേയപ്പെടുന്നു. അങ്ങയ്ക്ക് ഈ നികൃഷ്ട പുഴുവിനെ അങ്ങയുടെ ഹിതം പോലെ ഇല്ലായ്മ ചെയ്യാമല്ലോ. ഞാൻ അങ്ങയോട് ചെയ്തിട്ടുള്ള വാഗ്ദാനത്തിൽ നിന്ന് പിന്മാറാൻ അങ്ങയ്ക്ക് അനിഷ്ടമാകുകയില്ലെങ്കിൽ ഇടയാക്കരുതേ. എന്റെ ജീവിതകാലം മുഴുവനും നിർമ്മലയായിരിക്കാനുള്ള എന്റെ അഭിലാഷം ഞാൻ ഉറപ്പിക്കുകയും നവീകരിക്കുകയും ചെയ്യുന്നു. അങ്ങയെ മാത്രം എന്റെ കർത്താവും നാഥനുമായി സ്വീകരിക്കാൻ അനുവദിക്കുക. ഒരു സൃഷ്ടി എന്ന നിലയ്ക്ക് എന്റെ ഏക ദൗത്യം അങ്ങയെ അനുസരിക്കുകയാണല്ലോ. അവിടുന്ന് എനിക്കായി മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കുന്ന വിഷമസന്ധിയിൽ നിന്നും എന്നെ രക്ഷിച്ചാലും. അവൾ തന്നെ പൂർണ്ണമായും ദൈവകരങ്ങളിൽ വിട്ടുകൊടുത്തു. രാജാവ് അവൾക്ക് ഉത്തരമരുളി: മേരി, നിന്റെ ഹൃദയം അസ്വസ്ഥമാകാതിരിക്കട്ടെ. എന്തെന്നാൽ നിന്റെ സമർപ്പണം എനിക്ക് സ്വീകാര്യമാണ്. എന്റെ ഹിതം പോലെ നിനക്ക് ഏറ്റവും ഉചിതമായത് സംഭവിക്കും. കർത്താവിന്റെ വ്യക്തതയില്ലാത്ത ഈ വാഗ്ദാനത്താൽ മാത്രം ആശ്വസിപ്പിക്കപ്പെട്ട് പരിശുദ്ധ മറിയം ഈ ദർശനത്തിൽ നിന്നും സാധാരണ നിലയിലേക്ക് തിരിച്ചുവന്നു. ദൈവകൽപ്പനയെയും വാഗ്ദാനത്തെയും കുറിച്ചുള്ള സംശയത്തിന്റെയും പ്രതീക്ഷയുടെയും ഇടയിൽപ്പെട്ട് അവൾ ഉഴറി. എങ്കിലും അവൾ ജാഗരൂകതയോടെ പ്രാർത്ഥനയിൽ മുഴുകി. അവളുടെ ദീർഘനിശ്വാസങ്ങൾക്കും പ്രാർത്ഥനകൾക്കും ഉത്തരമായി പ്രധാന പുരോഹിതനായ ശമയോനോട് ദൈവം സംസാരിച്ചു. നസ്രത്തിലെ യോവാക്കിമിന്റെയും അന്നയുടെയും മകളായ മേരിയുടെ വിവാഹത്തിനു വേണ്ട ഒരുക്കങ്ങൾ ചെയ്യാൻ അദ്ദേഹത്തോട് ദൈവം കൽപ്പിച്ചു. കാരണം അവളോട് അദ്ദേഹത്തിന് പ്രത്യേക ശ്രദ്ധയും പരിഗണനയുമുണ്ടായിരുന്നു. വിശുദ്ധനായ പുരോഹിതൻ കന്യകാമേരി വിവാഹം ചെയ്ത് സ്വയം വധുവായി സമർപ്പിക്കേണ്ട വ്യക്തിയെക്കുറിച്ചുള്ള ദൈവഹിതം ആരാഞ്ഞു. കർത്താവ് മറ്റുള്ള ജ്ഞാനികളെയും പുരോഹിതരെയും വിളിച്ചുകൂട്ടി. ഈ കന്യക ഏകയും അനാഥയുമാണ്. അവൾ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല. എന്നാൽ ആദ്യജാതരായ കന്യകമാർ ജീവിതമാർഗം കണ്ടെത്താതെ ദേവാലയം വിട്ടുപോകാൻ പാടില്ലാത്തതുമാണ്. അതിനാൽ അവൾക്ക് നല്ലവനെന്ന് തോന്നുന്ന ഒരുവനെ വിവാഹം കഴിക്കേണ്ടതാണ് എന്ന് പറയാൻ നിർദ്ദേശിച്ചു. കന്യാസഹജമായ എളിമയോടും ആത്മസംയമനത്തോടും കൂടി അവൾ മറുപടി പറഞ്ഞു: എന്റെ താൽപ്പര്യമനുസരിച്ചാണെങ്കിൽ ജീവിതകാലം മുഴുവൻ നിത്യകന്യകയായി ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ ദേവാലയത്തിൽ വച്ച് എനിക്ക് ലഭിച്ചിട്ടുള്ള വലിയ അനുഗ്രഹങ്ങൾക്ക് പ്രതിനന്ദിയായി ദേവാലയ ശുശ്രൂഷയിൽ ഏർപ്പെട്ടുകൊണ്ട് സമ്പൂർണമായി ദൈവത്തിന് സമർപ്പിച്ച് ജീവിക്കണം എന്നതാണ് എന്റെ ആഗ്രഹം. വിവാഹ ജീവിതത്തിൽ ഏർപ്പെടണം എന്ന ആഗ്രഹം എനിക്കൊരിക്കലും ഉണ്ടായിരുന്നില്ല. എന്നാൽ എന്റെ ഗുരുനാഥ, എനിക്കവിടുന്ന് ദൈവസ്ഥാനീയനാണ്. ദൈവത്തിന്റെ ഹിതം എന്തെന്ന് എന്നെ പഠിപ്പിക്കുക. പുരോഹിതൻ മറുപടി പറഞ്ഞു: പ്രിയ മകളെ, നിന്റെ വിശുദ്ധമായ ആഗ്രഹങ്ങൾ കർത്താവിന് സ്വീകാര്യമാണ്. പക്ഷേ ഓർക്കുക, ഒരു ഇസ്രായേൽ കന്യകയ്ക്ക് ഒരിക്കലും വിവാഹത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ സാധിക്കുകയില്ല. എന്തെന്നാൽ
മിശിഹായുടെ വരവ് ദൈവിക വെളിപാടുകളുമായി ഒത്തുപോകണമെന്ന് നാം പ്രതീക്ഷിക്കുന്നു. വിവാഹ അന്തസ്സിൽ തീർച്ചയായും വലിയ പൂർണ്ണതയോടെ ദൈവത്തെ സേവിക്കാൻ നിനക്ക് സാധിക്കും. ദൈവത്തിന്റെ ഹൃദയത്തിന് ഇണങ്ങുന്നവനും നിന്റെ ആഗ്രഹങ്ങളോട് സന്തോഷപൂർവ്വം സഹകരിക്കുന്നവനുമായ ഒരു തുണയെ നിനക്കു ലഭിക്കട്ടെ. ദാവീദിന്റെ വംശത്തിൽ നിന്ന് നിനക്കനുയോജ്യനായ ഒരു ഭർത്താവിനെ കണ്ടെത്തുന്നതിനായി ഞാൻ പ്രാർത്ഥിക്കാം. നീയും ഇതേ കാര്യത്തിനു വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കണം. അത്യുന്നതൻ നിന്നിൽ സംപ്രീതനായി നിന്നോട് കരുണ കാണിക്കും. ഈ തീരുമാനം നടപ്പിലാകുന്നതിന്റെ 9 ദിവസം മുൻപാണ് ഇത് സംഭവിച്ചത്. ഈ സമയത്ത് പരിശുദ്ധ കന്യക തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. നിലയ്ക്കാത്ത കണ്ണുനീരോടും നെടുവീർപ്പോടും കൂടി അവൾ കർത്താവിനോട് അപേക്ഷിച്ചു. ഈ 9 ദിവസങ്ങൾക്കിടയിൽ ഒരു ദിവസം കർത്താവ് അവൾക്ക് പ്രത്യക്ഷപ്പെട്ട് ഇപ്രകാരം പറഞ്ഞു: എന്റെ മണവാട്ടി, എന്റെ മാടപ്രാവേ, നിന്റെ പീഡിത ഹൃദയം ആനന്ദിക്കട്ടെ. അത് അസ്വസ്ഥമാകുകയോ ആകുലപ്പെടുകയോ വേണ്ട. ഞാൻ നിന്റെ തീവ്ര അഭിലാഷങ്ങളെയും അപേക്ഷകളെയും ശ്രദ്ധിക്കുന്നതാണ്. ഞാൻ തന്നെ ഒരു വരനെ തിരഞ്ഞെടുത്ത് നിനക്കു നൽകും. അവൻ നിന്റെ നിർമ്മലമായ ആഗ്രഹങ്ങൾക്ക് ഒരു തടസ്സവും ഉണ്ടാക്കുകയില്ല. അവൻ എന്റെ കൃപയാൽ നിന്നെ സംരക്ഷിക്കും. എന്റെ ഹൃദയത്തിനിണങ്ങിയ ഒരു വ്യക്തിയെ ഞാൻ നിനക്കായി കണ്ടെത്തും. അവന് ഞാൻ എന്റെ അനേക ദാസന്മാരിൽ നിന്ന് തിരഞ്ഞെടുക്കും. എന്റെ ശക്തി അനന്തമാണ്. എന്റെ സംരക്ഷണവും സഹായവും ഒരിക്കലും നിനക്ക് നഷ്ടമാകുകയില്ല. പരിശുദ്ധ മറിയം മറുപടി പറഞ്ഞു: അത്യുന്നത ദൈവവും എന്റെ ആത്മാവിന്റെ സ്നേഹവുമായവനെ, എന്റെ ഹൃദയാഭിലാഷം അവിടുത്തേക്ക് നന്നായി അറിയാമല്ലോ. അത് അങ്ങിൽ നിന്ന് ലഭിച്ച അസ്തിത്വത്തിന്റെ ആദ്യ നിമിഷങ്ങളിൽ തന്നെ അങ്ങെന്നിൽ നിക്ഷേപിച്ചതാണല്ലോ. എന്റെ മണവാള, പരിശുദ്ധനും നിർമ്മലനുമായവനെ, അങ്ങയ്ക്കു വേണ്ടിയും അങ്ങയിലൂടെയും ഞാൻ ആഗ്രഹിച്ചതുപോലെ എന്നെ കാത്തു സൂക്ഷിക്കുക. എന്റെ നെടുവീർപ്പുകളെ അങ്ങ് പരിഹസിക്കരുതേ. അങ്ങയുടെ മുഖം എന്നിൽ നിന്ന് മറയ്ക്കരുതേ. ഞാൻ നിസ്സാരയും ബലഹീനയുമാണെന്നോർക്കണമേ. വിവാഹ അന്തസ്സിൽ സദ്ഗുണങ്ങളിൽ വീഴ്ചയുണ്ടായാൽ ഞാൻ അങ്ങയെ നിരാശപ്പെടുത്തിയേക്കാം. എന്റെ കുറവുകൾ പരിഗണിക്കാതെ അവിടുന്ന് എനിക്ക് കാവൽ ഏർപ്പെടുത്തണമേ. ഞാൻ നിസ്സാരയാണെങ്കിലും ഓ കർത്താവെ, ഞാൻ അങ്ങയുടെ അനന്തകാരുണ്യത്തെ ആശ്രയിച്ചുകൊണ്ട് അങ്ങയുടെ മഹത്വം വിളിച്ചപേക്ഷിക്കും. പരിശുദ്ധ രാജ്ഞിക്ക് അന്നേ ദിവസം 14 വയസ്സ് തികഞ്ഞു. ആ സമയത്ത് ജെറുസലേം നഗരത്തിൽ ഉണ്ടായിരുന്ന പുരുഷന്മാർ യൂദാഗോത്രത്തിന്റെ പിന്മുറക്കാരും ദാവീദിന്റെ വംശത്തിൽപ്പെട്ടവരുമായിരുന്നു. അവരാണ് അവിടെ സമ്മേളിച്ചിരുന്നത്. മേരിയും അതേ പരമ്പരയിൽപ്പെട്ടവളായിരുന്നു. ആ കൂട്ടത്തിൽ നസ്രത്തിൽ നിന്ന് വന്നവനും ജെറുസലേമിൽ താമസിക്കുന്നവനുമായ ജോസഫും ഉണ്ടായിരുന്നു. അവന് അപ്പോൾ 33 വയസ്സുണ്ടായിരുന്നു. ലാളിത്യം, ഗാംഭീര്യം, വിചാരത്തിലും പെരുമാറ്റത്തിലും നിർമ്മലൻ, ആകർഷകമായ മുഖസൗന്ദര്യം എല്ലാമുള്ളവനായിരുന്നു അവൻ. 12 വയസ്സു മുതൽ അവൻ ബ്രഹ്മചര്യവ്രതം സ്വീകരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്തു പോന്നു. അവൻ കന്യാമേരിയുമായി 3-ാം തലമുറയിൽപ്പെട്ടവനും വിശുദ്ധിക്ക് ഖ്യാതി നേടിയവനുമായിരുന്നു. ദൈവത്തിന്റെയും മനുഷ്യരുടെയും മുൻപിൽ അവൻ വിശുദ്ധനും പെരുമാറ്റത്തിൽ കുറ്റമറ്റവനുമായിരുന്നു. അവിവാഹിതരായ ചെറുപ്പക്കാരെല്ലാവരും ദേവാലയത്തിൽ ഒരുമിച്ചുകൂടി. അവർ എന്താണ് ചെയ്യേണ്ടതെന്ന് പരിശുദ്ധാത്മാവ് വഴി വെളിപ്പെടുത്തുന്നതിനായി പുരോഹിതന്മാരോട് ചേർന്ന് പ്രാർത്ഥിച്ചു. അത്യുന്നതനായ ദൈവം പ്രധാന പുരോഹിതന്റെ ഹൃദയത്തിൽ ഈ ചെറുപ്പക്കാർ ഓരോരുത്തരുടെയും കയ്യിൽ ഉണങ്ങിയ ഓരോ വടികൾ കൊടുക്കാനുള്ള പ്രേരണ നൽകി. മേരിയുടെ ഭർത്താവാകാൻ തിരഞ്ഞെടുത്തവനെ വേർതിരിക്കുന്നതിനു വേണ്ടിയായിരുന്നു ഇത്. അവളുടെ കൃപകളുടെയും മഹത്വത്തിന്റെയും സുഗന്ധവും സൗന്ദര്യവും സമ്പത്തും വിനയവും കുടുംബത്തിലെ ആദ്യജാത എന്ന സ്ഥാനവുമൊക്കെ അവിടെ കൂടിയിരുന്ന എല്ലാവർക്കും അറിയാമായിരുന്നു. ഓരോരുത്തരും അവളെ വധുവായി കിട്ടാൻ ആഗ്രഹിച്ചിരുന്നു. അവരിൽ എല്ലാവരിലും വെച്ച് ഏറ്റവും വിനീതനും നീതിമാനുമായ ജോസഫ് മാത്രം ഈ അനുഗ്രഹം ലഭിക്കാൻ തനിക്ക് അർഹതയില്ലെന്ന് ചിന്തിച്ചു. അവൻ നിത്യബ്രഹ്മചാരിയായിരിക്കുമെന്നുറച്ച് തീരുമാനിക്കുകയും വ്രതം നവീകരിക്കുകയും ചെയ്തു. അവൻ എല്ലാം ദൈവതൃക്കരങ്ങളിൽ ഭരമേൽപ്പിക്കുകയും ദൈവഹിതത്തിന് സമർപ്പിക്കുകയും ചെയ്തു. അതേസമയം കന്യാമേരിയോട് മറ്റെല്ലാവരെയും കാൾ കൂടുതൽ മാന്യതയും ബഹുമാനവും അവന്റെ ഉള്ളിൽ നിറഞ്ഞിരുന്നു. അവൻ ഇപ്രകാരം പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ ജോസഫ് പിടിച്ചിരുന്ന വടി പൂവിട്ടു. വെട്ടിത്തിളങ്ങുന്ന പ്രകാശത്തോടെ ഒരു വെള്ളരിപ്രാവ് പറന്നിറങ്ങി ജോസഫിന്റെ ശിരസിൽ ഇരുന്നു. അവന്റെ ഉള്ളിൽ ദൈവം സംസാരിച്ചു: എന്റെ ദാസനായ ജോസഫ്, മേരി നിന്റെ വധുവായിരിക്കും. അവളെ ബഹുമാനപൂർവ്വം സ്വീകരിക്കുക. എന്തെന്നാൽ അവൾ എന്റെ കണ്ണുകളിൽ സ്വീകാരിയാണ്. അവൾ ആത്മാവിലും ശരീരത്തിലും ഏറ്റവും നിർമ്മലയാണ്.
അവൾ പറയുന്നതെല്ലാം നീ അവൾക്കു വേണ്ടി ചെയ്തു കൊടുക്കണം. ഈ വെളിപാട് ലഭിച്ചപ്പോൾ സ്വർഗത്തിൽ നിന്നുള്ള അടയാളവും സ്ഥിരീകരിച്ചു. കന്യകാമേരിക്ക് വേണ്ടി ദൈവം തന്നെ തിരഞ്ഞെടുത്ത വരനാണ് ജോസഫ് എന്ന് പുരോഹിതർ പ്രഖ്യാപിച്ചു. വിവാഹ വാഗ്ദാനത്തിനായി മുൻപോട്ട് കടന്നു വരാൻ അവളെ വിളിച്ചു. സൂര്യശോഭയോടെ അവൾ അവിടെ പ്രത്യക്ഷയായി. ഒരു മാലാഖയേക്കാൾ ശോഭയുള്ള മുഖത്തോടെ അവൾ എല്ലാവരുടെയും മുൻപിലേക്ക് വന്നു. സൗന്ദര്യവും കുലീനത്വവും ചാരുതയും നിറഞ്ഞ അവളെ പുരുഷന്മാരിൽ വെച്ച് ഏറ്റവും നിർമ്മലനും വിശുദ്ധനുമായ ജോസഫുമായിട്ട് പുരോഹിതർ വിവാഹ നിശ്ചയം നടത്തി. ആകാശവിതാനത്തിലെ നക്ഷത്രങ്ങളെക്കാൾ പരിശുദ്ധിയോടെ സ്വർഗീയ രാജകുമാരി പുരോഹിതരുടെയും അധ്യാപകരുടെയും അനുഗ്രഹാശിസുകൾ യാചിച്ചുകൊണ്ട് യാത്ര ചോദിച്ചു. അവരോടും അവളുടെ എല്ലാ സഹപാഠികളോടും മാപ്പ് ചോദിക്കുകയും ചെയ്തു. അവളുടെ ദേവാലയവാസ സമയത്ത് അവരിൽ നിന്ന് ലഭിച്ച എല്ലാ ഉപകാരങ്ങൾക്കും അവൾ നന്ദി പറഞ്ഞു. അവൾ ദേവാലയത്തിൽ സദാ മിതഭാഷിയായിരുന്നു. അവളുടെ താൽപ്പര്യങ്ങളെ ബലികഴിച്ചുകൊണ്ട് ആഗ്രഹങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് വലിയ സങ്കടത്തോടെ അവൾ ദേവാലയത്തിന്റെ പടികളിറങ്ങി. ദേവാലയ ശുശ്രൂഷകളിൽ ഏർപ്പെട്ടിരുന്ന പ്രമുഖരായ കുറെ ആളുകളുടെ അകമ്പടിയോടെ അവളുടെ വരനായ ജോസഫിനോടൊത്ത് നസ്രത്തിലേക്ക് യാത്രയായി. ജോസഫ് അവിടെ ജനിച്ചവനായിരുന്നെങ്കിലും ചില സാഹചര്യങ്ങളാൽ കുറച്ചുനാൾ ജെറുസലേമിൽ താമസിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ദൈവം തന്റെ മാതാവാക്കാൻ തിരഞ്ഞെടുത്തവളുടെ വരനാകാനുള്ള ഭാഗ്യം ജോസഫിന് നൽകി. നസ്രത്തിലെ അവരുടെ ഭവനത്തിൽ എത്തിച്ചേർന്നപ്പോൾ അവരുടെ ബന്ധുക്കളും സ്നേഹിതരും അനുമോദനങ്ങളും ആശംസകളും അർപ്പിക്കാനും അവരെ സ്വീകരിക്കാനും എത്തിയിരുന്നു. അവരുടെ സൗഹൃദം സ്വീകരിച്ചതിനു ശേഷം ഈ പരിശുദ്ധ ദമ്പതിമാർ അവരുടെ ഭവനത്തിൽ വിശ്രമിച്ചു. ഹെബ്രായ സമ്പ്രദായമനുസരിച്ച് നവദമ്പതികൾ ആദ്യം പരസ്പരം തങ്ങളുടെ സ്വഭാവ പ്രകൃതിയും രീതികളും മനസ്സിലാക്കുന്നതിനായി പരിശ്രമിക്കുന്നു. പിന്നീടുള്ള തങ്ങളുടെ ജീവിതത്തിൽ വിട്ടുവീഴ്ചകളും സ്വാതന്ത്ര്യവും തങ്ങളുടെ ജീവിതത്തിൽ പ്രകടിപ്പിക്കാൻ ഇതുമൂലം സാധ്യമാകുന്നു. ഈ സമയത്ത് വിശുദ്ധ യോസേപ്പ് തന്റെ വധുവായ മേരിയോട് പറഞ്ഞു, എന്റെ മണവാട്ടി, യാതൊരു യോഗ്യതയുമില്ലാതെ എന്നെ നിന്റെ ഭർത്താവായി നിയോഗിച്ച അത്യുന്നതനായ ദൈവത്തിന്റെ ഔദാര്യത്തിന് ഞാൻ നന്ദി പറയുന്നു. കാരുണ്യവാനായ ദൈവം തക്ക സമയത്ത് താഴ്ന്നവരെ ഉയർത്തുന്നവൻ എന്നോട് കരുണ കാണിച്ചു. നിന്റെ വിവേകത്തിലും സുഹൃതത്തിലും ആശ്രയം വെച്ചുകൊണ്ട് സത്യസന്ധമായ ഹൃദയത്തോടെ അവന് അനുയോജ്യമായ രീതിയിൽ ശുശ്രൂഷ ചെയ്യാൻ നീ എന്നെ സഹായിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്നെ നിന്റെ ദാസനായി കരുതി കുടുംബത്തിന്റെ ഉത്തരവാദിത്വങ്ങളെ നിർവഹിക്കുന്നതിൽ വരുന്ന കുറവുകൾ നീ പരിഹരിച്ചു തരണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. നിന്റെ ആഗ്രഹം എന്താണെന്ന് എന്നോട് പറയുക, ഞാനത് പൂർത്തീകരിക്കട്ടെ. ആ സ്വർഗീയ വധു വിനീതമായ ഹൃദയത്തോടെയാണ് ഈ വാക്കുകൾ കേട്ടത്. നിറഞ്ഞ ആത്മാർത്ഥതയോടെ അവൾ അദ്ദേഹത്തോട് പറഞ്ഞു, എന്റെ യജമാനനെ, എന്നെ ഈ ജീവിതാന്തസ്സിലേക്ക് പ്രവേശിപ്പിക്കുന്നതിനു വേണ്ടി അത്യുന്നതൻ താങ്കളെ എനിക്ക് ഭർത്താവായി തിരഞ്ഞെടുത്തതിനാൽ ഞാൻ ഭാഗ്യവതിയാണ്. അവിടുത്തെ തിരുഹിതം എനിക്ക് വ്യക്തമായി വെളിപ്പെടുത്തി തരുകയും ചെയ്തു. അങ്ങനെ അനുവദിച്ചാൽ എന്റെ ചിന്തകളും ആഗ്രഹങ്ങളുമെല്ലാം ഞാൻ തുറന്നു പറയാം. അത്യുന്നതൻ ജോസഫിന്റെ ആത്മാർത്ഥതയുള്ള ഹൃദയത്തെ നേരത്തെ തന്നെ കൃപകളാൽ നിറച്ചിരുന്നു. ഇപ്പോൾ പരിശുദ്ധ മേരിയുടെ വാക്കുകൾ അവന്റെ ഹൃദയത്തിലെ ദൈവസ്നേഹത്തെ ആളിക്കത്തിച്ചു. അവൻ അവളോട് ഇപ്രകാരം മറുപടി പറഞ്ഞു, എന്റെ സ്വാമിനി, പറഞ്ഞാലും അവിടുത്തെ ദാസൻ ശ്രവിക്കുന്നു. ഈ സമയം പരിശുദ്ധ രാജ്ഞി അവളുടെ കാവൽക്കാരായ 1000 മാലാഖമാരാൽ അവരുടെ യഥാർത്ഥ രൂപത്തിൽ തന്നെ ചുറ്റപ്പെട്ടിരുന്നു. ഈ രീതിയിൽ അവർ സന്നിഹിതരായിരിക്കണമെന്ന് അവരോട് അവൾ അഭ്യർത്ഥിച്ചിരുന്നു. കൂടുതൽ യോഗ്യതയോടെ പ്രവർത്തിക്കാൻ വേണ്ടി കർത്താവ് അവളെ തന്റെ ഭർത്താവിനോട് സംസാരിക്കാൻ അനുവദിച്ചിരുന്നു. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മഹാപുരോഹിതനോടൊഴികെ മറ്റൊരു പുരുഷനോടും അവൾ ഒരിക്കലും ഒറ്റയ്ക്ക് സംസാരിച്ചിട്ടില്ല. വിശുദ്ധരായ മാലാഖമാർ തങ്ങളുടെ രാജ്ഞിയെ അനുസരിച്ചു. അവൾക്കു മാത്രം ദൃഷ്ടിഗോചരമാകും വിധത്തിൽ അവർ കൽപ്പന കാത്തുനിന്നു. ഈ മഹത്തായ കൂട്ടായ്മയിലായിരുന്നു കൊണ്ടാണ് അവൾ തന്റെ വരനായ ജോസഫിനോട് സംസാരിച്ചത്. എന്റെ വരനും നാഥനുമായവനെ, നമ്മുടെ സ്രഷ്ടാവിന് സ്തുതിയും മഹത്വവും നൽകുക എന്നത് നീതിയാണ്. അവന്റെ വിധികൾ അഗ്രാഹ്യമാണ്. നമ്മെ അവന്റെ ശുശ്രൂഷകരായി തിരഞ്ഞെടുക്കുക വഴി അവന്റെ മഹത്വവും കരുണയും നമുക്ക് വെളിവാക്കി തന്നിരിക്കുന്നു. എല്ലാ സൃഷ്ടികളിലും ഒരുമിച്ചു ചേർന്നാലും അവരെക്കാളും ഞാൻ അവിടുത്തേക്ക് കടപ്പെട്ടവളാണ്. ഇളം പ്രായത്തിൽ തന്നെ അവന്റെ ദിവ്യജ്ഞാനം ലഭിച്ചതിനാൽ എന്റെ ശരീരത്തിലും ആത്മാവിലും ഞാൻ നിത്യകന്യകാത്വം സ്വീകരിച്ചു. എന്നെ തന്നെ ദൈവത്തിന് ഞാൻ പൂർണ്ണമായി സമർപ്പിച്ചു. ഞാൻ അവന്റേതാണ്.
അവനെയാണ് ഞാൻ എൻ്റെ ഭർത്താവായി സ്വീകരിച്ചിരിക്കുന്നത്. അവനുവേണ്ടി എൻ്റെ കന്യാത്വം കാത്തു സൂക്ഷിക്കാമെന്ന് ഞാൻ വാക്കു കൊടുത്തിട്ടുണ്ട്. എൻ്റെ യജമാനനെ, ഈ വാഗ്ദാനം പൂർത്തിയാക്കാൻ എന്നെ സഹായിക്കണമേ എന്ന് ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു. എന്നാൽ മറ്റെല്ലാ കാര്യങ്ങളിലും ഞാൻ അങ്ങയുടെ ദാസിയായിരിക്കും. എൻ്റെ ജീവിതകാലം മുഴുവനും അങ്ങയുടെ ജീവിതത്തിൻ്റെ സുഖസൗകര്യങ്ങൾക്കു വേണ്ടി എന്തും ചെയ്യാൻ എനിക്ക് സമ്മതമാണ്. ഇതുപോലെയൊരു തീരുമാനം അങ്ങും എടുക്കുക. എന്തെന്നാൽ നാം നമ്മെ തന്നെ ദൈവത്തിന് സ്വീകാര്യ ബലിയായി സമർപ്പിച്ചാൽ അവൻ സംപ്രീതനായി ഈ കാഴ്ച സ്വീകരിക്കുകയും നമ്മൾ ആഗ്രഹിക്കുന്ന നന്മകൾ നമ്മിലേക്ക് ചൊരിയുകയും ചെയ്യും. നിർമ്മലനായ ജോസഫ് തന്റെ സ്വർഗീയ വധുവിന്റെ വാക്കുകൾ കേട്ട് ആന്തരിക ആനന്ദത്താൽ നിറഞ്ഞ് അവളോട് പറഞ്ഞു, എന്റെ പ്രിയ സ്വാമിനി, നിന്റെ നിർമ്മലമായ മനോവികാരങ്ങൾ എന്നെ അറിയിക്കുക വഴി നീ എന്റെ ഹൃദയത്തിലേക്ക് തുളച്ചു കയറുകയും എന്റെ ഹൃദയത്തെ വിശാലമാക്കുകയും ചെയ്തു. നിന്റെ കാര്യങ്ങൾ അറിയുന്നതുവരെ ഞാൻ എന്റെ ചിന്തകൾ നിന്റെ മുൻപിൽ തുറന്നില്ല. മറ്റുള്ള എല്ലാ പുരുഷന്മാരെക്കാൾ സൃഷ്ടിയുടെ നാഥനോട് എനിക്ക് കൂടുതൽ കടപ്പാടുണ്ട്. എന്തെന്നാൽ തീരെ ചെറുപ്പത്തിലെ തന്നെ അവിടുന്ന് എന്നെ വിളിക്കുകയും സത്യസന്ധമായ ഹൃദയത്തോടെ അവനെ സ്നേഹിക്കാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്തതാണ്. എന്റെ 12-ാം വയസ്സിൽ തന്നെ ഞാനും നിത്യബ്രഹ്മചര്യത്തിലൂടെ അത്യുന്നതനെ ശുശ്രൂഷിക്കാൻ വ്രതമെടുത്തതാണ്. ഈ വ്രതം ഞാൻ വീണ്ടും നവീകരിക്കുന്നു. അവിടുത്തെ മഹിമ പ്രതാപത്തിന്റെ സാന്നിധ്യത്തിൽ ഞാൻ നിന്നെ സഹായിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. ദൈവകാരുണ്യത്താൽ ഞാൻ നിന്റെ വിശ്വസ്ത സേവകനും സഹകാരിയുമായിരിക്കും. എന്റെ നിർമ്മലമായ സ്നേഹം സ്വീകരിക്കണമെന്നും എന്നെ നിന്റെ സഹോദരനായി കാണണമെന്നും ഞാൻ അപേക്ഷിക്കുന്നു. ദൈവത്തോട് നീ കടപ്പെട്ടിട്ടുള്ളതും അവിടുത്തോട് ഉണ്ടായിരിക്കേണ്ട സ്നേഹത്തിനുപരി മറ്റൊരു സ്നേഹവും നിനക്ക് ഉണ്ടാകരുത്. ഈ സംഭാഷണത്തിലൂടെ അത്യുന്നതൻ ജോസഫിന്റെ ഹൃദയത്തിൽ ബ്രഹ്മചര്യം പുനഃപ്രതിഷ്ഠിച്ചു. അവന്റെ വധുവായ മേരിക്കു നൽകേണ്ട സ്നേഹവും വ്യക്തമാക്കി. ദൈവിക പദ്ധതി വഴി വിശുദ്ധരായ വധൂവരന്മാർക്ക് അവർണ്ണനീയമായ ആനന്ദവും ആശ്വാസവും ഉണ്ടായി. അവൾ വിശുദ്ധ യോസേപ്പിന്റെ എല്ലാ ആഗ്രഹങ്ങളോടും സ്നേഹപൂർവ്വം പ്രതികരിച്ചു. അത്യുന്നതൻ വിശുദ്ധ യോസേപ്പിന് പുതിയ വിശുദ്ധി നൽകി. ജഡികതയുടെ കണിക പോലും ഇല്ലാതെ തന്റെ വധുവായ മേരിയെ ശുശ്രൂഷിക്കുന്നതിനു വേണ്ടിയായിരുന്നു ഇത്. അവർ ഉടൻ തന്നെ മറിയത്തിന് വിശുദ്ധ യോവാക്കിമിൽ നിന്നും വിശുദ്ധ അന്നായിൽ നിന്നും പൈതൃകമായി കിട്ടിയ വസ്തുക്കൾ വിഭജിക്കാൻ തുടങ്ങി. ഒരു ഭാഗം അവൾ താമസിച്ച ദേവാലയത്തിനും 1 സാധുക്കൾക്കും 3-ാമത്തെ ഭാഗം തന്റെ യുക്തം പോലെ കൈകാര്യം ചെയ്യുന്നതിനായി തന്റെ ഭർത്താവായ ജോസഫിനെ ഏൽപ്പിച്ചു. പരിശുദ്ധ രാജ്ഞി അവർക്കായി നീക്കിവച്ചത് ജോസഫിനെ ശുശ്രൂഷിക്കാനും വീട്ടുകാര്യങ്ങൾ ചെയ്യാനുമുള്ള ആനുകൂല്യം മാത്രമാണ്. വിശുദ്ധ യോസേപ്പ് മാന്യമായ ഒരു തൊഴിൽ എന്ന നിലയിലും ശരിയായ ഒരു ജീവിതമാർഗത്തിനായും ആശാരിപ്പണി പഠിച്ചിരുന്നു. അവന് ഭൗതിക സമ്പാദ്യങ്ങൾ കുറവായിരുന്നു. അതിനാൽ തൊഴിൽ ചെയ്ത് അവളെ ശുശ്രൂഷിക്കാനും ദരിദ്രർക്ക് എന്തെങ്കിലും ദാനം ചെയ്യുന്നതിനുമുള്ള തന്റെ ആഗ്രഹം മറിയത്തെ അറിയിച്ചു. പരിശുദ്ധ കന്യക ഈ തീരുമാനത്തെ അനുകൂലിച്ചു പറഞ്ഞു. അവർ സമ്പന്നനായിരിക്കാൻ ദൈവം ആഗ്രഹിച്ചിട്ടില്ല. ദരിദ്രരെ സഹായിക്കാനാണ് ദൈവം അവരിൽ നിന്നും ആഗ്രഹിച്ചത്. ആ ദമ്പതികൾക്കിടയിൽ ആരെയാണ് മേധാവിയായി അനുസരിക്കേണ്ടത് എന്നതിനെ പ്രതി വിശുദ്ധമായ ഒരു മത്സരം ഉയർന്നു വന്നു. എന്നാൽ എളിമയുടെ ഈ മത്സരത്തിൽ വിനീതരിൽ വിനീതയായ മറിയമാണ് ജയിച്ചത്. കുടുംബത്തിന് തലവൻ പുരുഷനായതിനാൽ സ്വാഭാവികമായ ഈ ക്രമം തെറ്റിക്കാൻ അവൾ അനുവദിച്ചില്ല. അവളുടെ ഭർത്താവായ വിശുദ്ധ യോസേപ്പിനെ എല്ലാ കാര്യങ്ങളിലും അനുസരിക്കാനും ദരിദ്രരെ സഹായിക്കാനുമുള്ള അനുവാദത്തിനും വേണ്ടി മാത്രം അവൾ അപേക്ഷിച്ചു. വിശുദ്ധൻ സന്തോഷത്തോടെ അത് അനുവദിക്കുകയും ചെയ്തു. ഈ ദിവസങ്ങളിൽ വിശുദ്ധ യോസേപ്പ് ദൈവിക ജ്ഞാനത്താൽ തന്റെ വധുവായ മേരിയുടെ സദ്ഗുണങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചു. അവളുടെ അത്യപൂർവമായ വിവേകം, എളിമ, വിശുദ്ധി, മറ്റു സദ്ഗുണങ്ങളെല്ലാം അറിഞ്ഞ് അവൻ അത്ഭുത പരതന്ത്രനായി. ആത്മാവിൽ വലിയ ആനന്ദത്തോടെ അവന്റെ നന്മകൾക്കെല്ലാം അപ്പുറത്തായ ഒരു വധുവിനെ കൂട്ടുകാരിയായി നൽകിയതിന് ദൈവത്തിന് വീണ്ടും വീണ്ടും നന്ദി പറഞ്ഞു. സ്വർഗീയ രാജ്ഞിയുടെ വചസ്സുകൾ. എന്റെ മകളെ, ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. അതുപോലെ തന്നെയാണ് സജീവ വിശ്വാസത്തോടും ശരണത്തോടും കൂടെ ദൈവപരിപാലനയ്ക്ക് സമർപ്പിക്കുന്നവർക്കും. എന്റെ ജീവിതാവസ്ഥയ്ക്ക് മാറ്റമുണ്ടായെങ്കിലും ദൈവാലയത്തിൽ താമസിച്ചിരുന്ന അതേ പരിപൂർണതയോടു കൂടി തന്നെയാണ് ഞാൻ ജീവിച്ചത്. ഭർത്താവിനോടുള്ള ഉത്തരവാദിത്വം ദൈവശുശ്രൂഷയ്ക്ക് വിഘ്നമാകുമോ എന്ന ഉത്കണ്ഠ എനിക്കുണ്ടായിരുന്നു. അതിനാൽ ദൈവം എല്ലാ കാര്യങ്ങളും എന്റെ ആഗ്രഹങ്ങൾക്കനുസൃതമായി ക്രമീകരിച്ചു.
എല്ലാ മനുഷ്യർക്കും വേണ്ടി ദൈവം ഇങ്ങനെ തന്നെ ചെയ്യും.